ഹ്യുണ്ടായി എന്ന ബ്രാൻഡ് അവരുടെ നെക്സ്റ്റ് ജനറേഷൻ വെന്യൂവിനെ ലോഞ്ച് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ വാഹനത്തിന്റെ കാമോഫ്ലേജ് ചെയ്തിട്ടുള്ള റോഡ് ടെസ്റ്റുകൾ രാജ്യത്തിന്റെ പല ഭാഗത്തും നടക്കുന്ന കാര്യം നമ്മൾ കണ്ടതാണ്. 2019 ലോഞ്ച് ചെയ്തിട്ടുള്ള ഹ്യുണ്ടായി വെന്യൂ സബ് 4 മീറ്റർ കോമ്പാക്ട് SUV-യിൽ മാരുതിയുടെ ബ്രെസ, ആ സമയത്തുണ്ടായിരുന്ന ഫോർഡിന്റെ എക്കോ സ്പോർട്ടും ഒക്കെയായി മത്സരിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് തന്നെ ഹ്യുണ്ടായി ഈ വാഹനത്തെ പുറത്തെത്തിച്ചത് പ്രീമിയം ഫീച്ചേഴ്സോടുകൂടിയായിരുന്നു. കണക്റ്റഡ് കാർ ടെക്നോളജി, മൾട്ടിപ്പിൾ എഞ്ചിൻ ഓപ്ഷൻ, ഹ്യുണ്ടായിയുടെ ബ്ലൂ ലിങ്ക് കണക്റ്റഡ് സിസ്റ്റം, അങ്ങനെയുള്ള പല കാര്യങ്ങളും ആ സമയത്ത് തന്നെ കൊണ്ടുവന്നു. IMT ഗിയർ ബോക്സ്, ഡീസൽ AMT, മാത്രമല്ല N വേരിയന്റ് എന്ന ഓപ്ഷനും നൽകിയിരുന്നു. സബ് 4 മീറ്റർ കോമ്പാക്ട് SUV സ്പേസിൽ പ്രീമിയം അപ്പീല് ഈ വാഹനത്തിന് നൽകിയിരുന്നു. 2022 ഈ വാഹനത്തിന് മേജർ ഫേസ് ലിഫ്റ്റും നൽകിയിരുന്നു. ഇതിൽ ബിഗ് കോസ്മെറ്റിക് മേക്ക് ഓവറായി പാരാമെട്രിക് ഗ്രിൽ, അപ്ഡേറ്റ് ചെയ്ത LED ടെയിലാം, ഷാർപ്പർ ആയിട്ടുള്ള ബമ്പേഴ്സ്, അങ്ങനെയുള്ള പല കാര്യങ്ങളെയും മോഡിഫൈ ചെയ്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ 2025 പുതിയ വെന്യൂവിനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ലേറ്റസ്റ്റ് സ്പൈ ഷോട്ട്സിനെ വെച്ച് നോക്കുമ്പോൾ ഫുള്ളി റിഫ്രഷ് ചെയ്തിട്ടുള്ള എക്സ്റ്റീരിയർ ഡിസൈൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഹ്യുണ്ടായി എന്ന ബ്രാൻഡിന്റെ എവോൾവിംഗ് ഡിസൈൻ ഫിലോസഫിയിൽ പുതിയ ക്രെറ്റയിലും അൽക്കസാറിലും വരുന്നത് പോലെ റെക്ടാംഗിൾ ഷേപ്പിലുള്ള ഹെഡ്ലാമ്പ്, ഡ്യുവൽ ചേംബർ LED DRLs, മാത്രമല്ല ഹ്യുണ്ടായിയുടെ റെക്ടാംഗിൾ ഷേപ്പിലുള്ള പുതിയ ഗ്രില്ല് ഈ വാഹനത്തിനും നൽകിയിരിക്കുന്നു. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഓവറോളായി ഷെൽ ഔട്ട് എക്സിസ്റ്റിംഗ് വെന്യൂവിൽ ഉള്ളതുപോലെയാണെങ്കിലും എയറോഡൈനാമിക് അലോയ് വീലിലും അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള റൂഫ് റെയിൽസും നമുക്ക് കാണാനായിട്ട് സാധിക്കും. റിയർ എൻഡില് കണക്ടിംഗ് LED ടെയിൽ ലാംപ്സും മോഡിഫൈ ചെയ്തിട്ടുള്ള റിയർ ബമ്പറും വലിയ മാറ്റങ്ങളായി തന്നെ എടുത്തറിയിക്കുന്നു. ഈ പുതിയ ജനറേഷൻ വെന്യൂവില് ഏറ്റവും വലിയ മാറ്റം ഇന്റീരിയറിലാണ്. കിയയുടെ സിറോസ് പോലെ പുതിയ ഫ്ലോട്ടിംഗ് ഇൻഫോടൈൻമെന്റ് സിസ്റ്റം, ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, ഏകദേശം 12 ഇഞ്ചോളമുള്ള ഡിസ്പ്ലേയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. മാത്രമല്ല വെന്റിലേറ്റഡ് സീറ്റ്സ്, പാനറോമിക് സൺറൂഫ്, വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും 16 കണക്റ്റഡ് ഫീച്ചേഴ്സോടെ ഹ്യുണ്ടായിയുടെ ബ്ലൂ ലിങ്ക് ഉൾപ്പെടെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാകുമെന്ന് കരുതാം. ഇപ്പോൾ കോമ്പാക്ട് SUV സെഗ്മെന്റിൽ ADAS ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സേഫ്റ്റിയിലും പുതിയ ടെക്നോളജികൾ കൊടുക്കുമെന്ന് കരുതാം. റെഗുലർ ആയിട്ടുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ടുള്ള 6 എയർ ബാഗ്സ്, ESC, ഹിൽ അസിസ്റ്റ് കൺട്രോൾ, റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ്, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, അങ്ങനെയുള്ള പല കാര്യങ്ങളും സേഫ്റ്റി ഫീച്ചേഴ്സിൽ ഉണ്ടാകും. ഹ്യുണ്ടായി വെന്യൂവിന്റെ സക്സസിന് മുഖ്യമായ കാരണം ഡിഫറന്റ് ആയിട്ടുള്ള പവർ ടൈൻ ഓപ്ഷൻ കൊടുത്തിരുന്നത് കൊണ്ടാണ്. ബേസ് വേരിയന്റിലുള്ള 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ ആയിക്കോട്ടെ, 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ, 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ, ഇങ്ങനെയുള്ള ഡിഫറന്റ് എഞ്ചിൻ ഓപ്ഷൻ മാത്രമല്ലാതെ IMT DCT പോലുള്ള പല ഡിഫറന്റ് ആയിട്ടുള്ള ട്രാൻസ്മിഷൻ ഓപ്ഷനും വെന്യൂവിലുണ്ട്. ഈ വാഹനം കോമ്പറ്റീറ്റ് ചെയ്യാൻ പോകുന്നത് ഹ്യുണ്ടായിയുടെ തന്നെ സിസ്റ്റർ കൺസേൺ ആയിട്ടുള്ള കിയ സോണറ്റിന്റെയും കിയ സിറോസിന്റെയും കൂടെയാണ്. അത് മാത്രമല്ലാതെ മാരുതി ബ്രെസ, ടാറ്റ നെക്സോൺ, മഹീന്ദ്രയുടെ 3XO, സ്കോഡ കൈലാക് തുടങ്ങിയവയുമായാണ്. ഇന്ത്യയിൽ സബ് 4 മീറ്റർ കോമ്പാക്ട് SUV-യിൽ വെന്യൂ 5ാമത്തെ ഇടത്തിലാണ്. ഏകദേശം 10% മാർക്കറ്റ് ഷെയറിനെ ഹോൾഡ് ചെയ്യുന്നു. ഫെസ്റ്റീവ് സീസണിൽ ഈ വാഹനത്തെ ലോഞ്ച് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. പ്രൈസിംഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കറന്റ് വെന്യൂ 7.94 ലാക്സിൽ തുടങ്ങി 13.53 ലാക്സ് വരെയുമാണ്. ഈ പുതിയ വെന്യൂവിനെ കുറിച്ച് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റ് സെക്ഷനിൽ പറയുക. മാത്രമല്ല നിങ്ങളിൽ എത്ര പേർ ഈ പുതിയ വെന്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു അതും കമന്റ് സെക്ഷനിൽ പറയുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വണക്കം.